പേടിപ്പിക്കുന്നുണ്ട് സിനിമയിലോട്ട് മെയിൻ സ്ട്രീമിലോട്ട് വരുമ്പോ എന്തെങ്കിലും ഭയപ്പെടുന്ന എന്തെങ്കിലും ഫാക്ടേഴ്സ് ഒക്കെ ഉണ്ടോ? ചിലപ്പോ അടുത്ത ഋത്തിക് റോഷനോ ഇംപ്രവൈസ് ചെയ്യുന്നതാണ് ഓൾമോസ്റ്റ് അല്ല. കാരണം ഒരു ദിവസം 6 ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്യാം. അപ്പോൾ നമ്മ ഒരു 7 മണി 8 മണി തൊട്ടിട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ രാത്രി ഒരു 11:30-12 മണി വരെ ഇത് പോകും. അപ്പോൾ ഒരു 6 ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് പക്ക സ്ക്രിപ്റ്റും ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. അപ്പൊ അതൊക്കെ നമ്മൾ ഇംപ്രവൈസ് ചെയ്യും. പിന്നെ ഇങ്ങനെ ഇങ്ങനെ ഓടിച്ചു നോക്കും. ഇന്നതാണ് ഇപ്പൊ കള്ളനാണെങ്കിൽ ഓക്കെ കള്ളൻ, അപ്പൊ കയ്യിൽ നിന്ന് എന്താ വരുന്നത് അതിനനുസരിച്ചിട്ട് കഥ മാറിപ്പോകാത്ത രീതിയിൽ അങ്ങനെ പറയുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് സ്റ്റോറിയൊക്കെ നമ്മൾ തന്നെയാണ്. പിന്നെ ഇത് വരുന്നതും നമുക്ക് എന്താ ചെയ്യാ, കോമഡിയാണ് വരുന്നത്. പിന്നെ സീരിയസ് ഞാൻ അതിൽ ചെയ്യാറില്ല, എനിക്ക് ചെയ്യാറില്ല. കാരണം എല്ലാം കൂടി ഇതിൽ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ വലിയ സ്ക്രീനിൽ ചെയ്യാൻ എന്നുള്ള രീതിയിൽ. എന്തെങ്കിലും പേടിപ്പിക്കുന്നുണ്ട് സിനിമയിലോട്ട് മെയിൻ സ്ട്രീമിലോട്ട് വരുമ്പോ എന്തെങ്കിലും ഭയപ്പെടുന്ന എന്തെങ്കിലും ഫാക്ടേഴ്സ് ഒക്കെ ഉണ്ടോ? ഭയപ്പെടാന്ന് വെച്ചാൽ ആക്ടിങ് പഠിക്കണം, ആക്ടിങ് അറിയണമെങ്കിൽ ഇതിൽ തന്നെ വരണം, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഭയം എനിക്ക് അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. ചിലപ്പോ ഇതിലേക്ക് ഞാൻ പറഞ്ഞില്ലേ സിനിമ അല്ലെങ്കിൽ ഇതിൽ എന്റെ ഫുൾ ആഴത്തിലേക്കൊന്നും വന്നിട്ടില്ലല്ലോ, തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു ചിലപ്പോ അറിവില്ലായ്മ ആയിരിക്കാം. ഭയമൊന്നും ഇല്ല. അങ്ങനെ ചെയ്യണം, പഠിക്കണം, അത്രേ ഉള്ളൂ. കൊറേ കാലം പുറത്ത് രാജ്യത്ത് കടന്ന് കഷ്ടപ്പെട്ടിട്ടൊക്കെ 8 വർഷം. അപ്പൊ 8 വർഷം കഷ്ടപ്പെട്ടിട്ട് ഈ സിനിമ എന്ന് പറയുന്ന ഒരു ഡ്രീം ആക്ടിങ് എന്താണ് സിനിമ ആക്ടിങ് രണ്ടായിട്ടാണോ കാണുന്നത്? നടനാകാൻ അഭിനയിച്ചാ പോരെ? അതിപ്പോ തെരുവ് നാടകമായിരിക്കാം, വെബ് സീരീസ് ആയിരിക്കാം, എന്തായാലും അഭിനയം പഠിക്കുക, ഒരു കഥാപാത്രത്തിന് തന്നിട്ട് അത് ചെയ്യാൻ ഡയറക്ടർക്ക് അല്ലെങ്കിൽ അത് എഴുതിയ ആൾക്ക് തൃപ്തി വരുന്ന രീതിയിൽ നമ്മൾ അഭിനയിച്ച് ഫലിപ്പിക്കുക. അതാണ് എനിക്ക് ഇഷ്ടം. അത് സിനിമയിലാണല്ലോ നമുക്ക് ആക്ടിങ് ആണ് ഇഷ്ടം. സിനിമയിൽ പറഞ്ഞാലല്ലേ ഒരുപാട് നമുക്ക് വലിയ ലെജൻസ് അല്ലേ. ഇപ്പൊ ഉർവശി ചേച്ചിനെ നമുക്ക് എനിക്ക് വേറെ എവിടെ കിട്ടാം? ഉർവശി ചേച്ചിയുടെ കൂടെ അഭിനയിക്കണമെങ്കിൽ സിനിമ തന്നെ വേണ്ടേ? വലിയ ആർട്ടിസ്റ്റുകളുടെ കൂടെ അഭിനയിക്കണമെങ്കിൽ സിനിമ തന്നെ. അങ്ങനെയാണ്, ആക്ടിങ് ആണ് കൂടുതൽ നോട്ടം വന്നിരുന്നത്. അപ്പൊ ഞാൻ ചോദിക്കാന്ന് ചോദ്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഈ പുറത്തൊക്കെ വിദേശ രാജ്യങ്ങളിലൊക്കെ ഒരുപാട് ഒരു സ്ട്രഗിളിലൂടെ ഒക്കെ കടന്നു വന്നിട്ട് ഇപ്പൊ ഈ പൊസിഷനിൽ ഇരിക്കുമ്പോ എന്താ ഫീൽ ചെയ്യുന്നത്? ലൈക്ക് ഇല്ല ഒന്നുമില്ലെങ്കിൽ കുറെ പേര് അറിയുന്ന അല്ലെങ്കിൽ വലിയ കാര്യം കഷ്ടപ്പാട്. അന്നും വെൽഡിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പണി തന്നെയാണ്. പക്ഷെ ഇതെപ്പോ ഇങ്ങനെ ആക്ടിങ് തലയിൽ ഇങ്ങനെ കയറിയോടുകൂടി ഗൾഫിലൊന്നും നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും സിനിമയിൽ നിൽക്കണം, സിനിമയിൽ കയറണം, അല്ലെങ്കിൽ ആക്ടിങ് പഠിക്കണം, നാടകം എവിടെ ഇതെങ്ങനെ തുടങ്ങണം എന്നൊരു പിടുത്തുണ്ടായില്ല. ഒരു 5 വർഷത്തോളൊക്കെ വീട്ടിലൊക്കെ ഇങ്ങനെ സംസാരിച്ച് അവസാനം നിർത്തിപ്പോരാണ് ചെയ്തത്. എനിക്ക് എപ്പോഴും ആളുകൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഒരു ലേറ്റ് 20s ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരാളുടെ പാഷനിലോട്ട് ഇറങ്ങാൻ പറഞ്ഞാൽ ഭയങ്കര കഷ്ടമുള്ള ഒരു കാര്യമാണല്ലോ. അപ്പൊ അതിനെങ്ങനെ, അതാണ് എനിക്ക് അറിയേണ്ടത്. കാരണം ഒരു ലേറ്റ് 20s ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ സെറ്റിൽ ആവണം, അല്ലെങ്കിൽ ഒരു ജോലി എന്നുള്ള രീതിയിൽ സെറ്റിൽ ആവണം എന്നൊക്കെ വിചാരിക്കുന്ന സമയത്ത് ആ സമയത്താണ് ഇതിലോട്ട് വരുന്നത്. ഇന്റർവ്യൂല് പറഞ്ഞു ചിലപ്പോ അങ്ങനെയൊക്കെ ചിന്തിക്കാനുള്ള ബോധം എനിക്കന്ന് ഇല്ല. ഇപ്പോഴാണ് അങ്ങനെ ഒന്നും വന്നിരുന്നെങ്കിൽ ചിലപ്പോ ഞാനൊന്ന് പതറുമായിരുന്നു. കാരണം ഫാമിലി, അച്ഛനും അമ്മനെ നോക്കണം, അവർക്ക് പ്രായമായി വരാണ്, എന്തെങ്കിലും വരുമാനം വേണം, ഒരു ഹോസ്പിറ്റൽ കേസ് എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ അല്ലേ. അതൊന്നും ചിന്തിച്ചില്ല. ഞാൻ പറഞ്ഞു അങ്ങനൊന്നും ചിന്തിച്ചിട്ടില്ല. അങ്ങനെ ഒരു ഭയം ഉണ്ടായിട്ടില്ല. വിവരക്കേടായിരിക്കാം, ചിലപ്പോൾ അറിവില്ലായ്മ ആയിരിക്കാം. ഞാനങ്ങടെ ഇറങ്ങി പോകുന്നു. കൂടെ എൻ്റെ വീട്ടുകാരുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. കാരണം ഇതൊക്കെ നടക്കണ്ടേ. അപ്പൊ ഇതൊക്കെ വീട്ടുകാരാണ്. ഈ ലേറ്റ് ആയിട്ട് സ്വപ്നം ലേറ്റ് ആയതുകൊണ്ട് സ്വപ്നങ്ങൾ വേണ്ടെന്ന് വിചാരിക്കുന്ന ആൾക്കാരോട് എന്താ പറയാനുള്ളത്? എനിക്കിപ്പൊ ഈ പ്രായമാകും തോറും എന്റെ ഏറ്റവും വലിയ ഡൗട്ട് അതാണ്. ലാസ്റ്റ് മിനിറ്റിൽ നമ്മൾ ഇറങ്ങുമ്പോൾ നമുക്കൊരു ഗ്രോത്ത് ഉണ്ടാവുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതെങ്ങനെ? എനിക്ക് ആരോട് എന്ത് പറയാനുള്ളത് അങ്ങനൊന്നും ഞാൻ ആയിട്ടില്ല. എനിക്കൊരു ഇത് വേണ്ടേ. ഞാൻ സക്സസ് ആയി നിൽക്കുന്ന ഒരു സ്ഥലത്താണെങ്കിൽ പിന്നെ ഒരുപാട് എക്സ്പീരിയൻസ് കിട്ടിയാലല്ലേ നമുക്കത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാം. ചിലപ്പോൾ മുറിവൈദ്യന ആളെ കൊല്ലുന്നുള്ള രീതിയിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞ് അതങ്ങനെ ആവണ്ടല്ലോ. പിന്നെ ലേറ്റ് ആയിട്ടുള്ള അങ്ങനൊന്നും ഇല്ലാന്ന് ഞാൻ വിചാരിക്കുന്നത്. ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. കിടന്നുറങ്ങുമ്പോൾ സമാധാനപരമായിട്ട് കിടന്നുറങ്ങാൻ പറ്റണം. ഉണരുമ്പോഴും അതേ പീസ്ഫുള്ളോട് കൂടി
എണീക്കാനും പറ്റണം. അവിടെയാണ് ഒരു മനുഷ്യൻ സക്സസ് ഒരു അല്ലേ. എന്ത് നേടിയിട്ട് എന്താ കാര്യം? നമുക്ക് സമാധാനത്തോടുകൂടി ലൈഫ് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അടിപൊളി. എനിക്ക് സമയമൊന്നുമില്ല, ഇനി ഒരു ക്ലൈമാക്സും ടൈലന്റും കൂടി ഉള്ളു ലൈഫ്. 10-10 കുറച്ച് അപ്പൊ ഇങ്ങനെ തന്നെ പോട്ടെ എന്ന് ആഗ്രഹിക്കും. അപ്പൊ കട്ടപ്പാടത്തെ ഋത്തിക് റോഷനും അയ്യേ കട്ടപ്പാടത്ത് ഒരു ഇന്റർവ്യൂല് അങ്ങനെ ചെയ്യാം. കഷ്ടപ്പാടത്തെ മാന്ത്രികൻ മകൻ സോറി കളിയാ. കട്ടപ്പാടത്തെ ചിരിക്കല്ലേ? ഇല്ല, ഞാൻ ചിരി വരുന്നു. ഓക്കെ, കട്ടപ്പാടത്തെ കട്ടപ്പാടത്തെ മാന്ത്രികനിലൂടെ മെയിൻ സ്ട്രീമിലോട്ട് വരാൻ പോകുന്ന നിങ്ങൾക്ക് സിനിമ കാണാൻ എന്താണ് ആളുകളോട് പറയാനുള്ളതെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞേരെ. ഈ സിനിമ കാണാൻ വേണ്ടിട്ട് അവരെ ഒരു എന്തെങ്കിലും പറഞ്ഞവരെ കാണിപ്പിക്കണം, അങ്ങനെ ഒരു കാര്യം. എന്താ പറയാ, എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് പടം കാണാം. ഇത്രേ ഉള്ളൂ എനിക്ക് പറയാൻ. കാരണം കാണണം, നല്ലൊരു മൂവിയാണ്. കൂടുതൽ എന്താ പറയണ്ടേ അറിയില്ല. എല്ലാവരും തിയേറ്ററിൽ പോയി പടം കാണാം. അതെ, ബിഗ് സ്ക്രീനിലോട്ട് വന്ന് ഒരു മെയിൻ ആയി ഇതേപോലെ തന്നെ പലരെ ആരാധിച്ചിരുന്ന ഭാഗത്തു നിന്ന് എല്ലാവരുടെ ആരാധനാപാത്രമായിട്ടുള്ള താരമായിട്ട് വരാൻ ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ, അല്ലെങ്കിൽ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. പ്രകൃതി അനുഗ്രഹിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. ശരി, താങ്ക് യു. ഞാൻ ഓവറാക്കിയില്ല, ഞാൻ സോറി. കുഴപ്പമില്ല.